സുഹൃത്തുക്കളെ, അങ്ങനെ റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാറിനെ രാഹുൽ മാങ്കൂട്ടം വലിച്ചു കീറി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പേ അരുൺകുമാറിനെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. എത്ര ആളുകൾ അരുൺകുമാറിനെ വെറുക്കുന്നുണ്ട്, ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടെന്നറിയാനാണ്. ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ വന്ന ഈ ഒരു ആരോപണത്തെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അലച്ച് 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 നമ്മളൊക്കെ പറയുമല്ലോ, അല്ലൊക്കെ കുഴിച്ചെടുക്കുകയെന്ന് പറയുമല്ലോ. അതുപോലെ കുഴിച്ച് അതിനെ എടുത്ത് വെളിയിലിട്ട് അതിനെ കീറി മുറിച്ച് നിന്നുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അരുൺകുമാർ. അപ്പം നല്ലൊരു കഴിവുള്ളൊരു മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ആരൊക്കെയോ കൊടുത്ത പൈസയുടെ മേലിൽ ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനെ തകർക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു കഴിവുള്ള ഒരാളായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ പുള്ളി ഒരു ധാർമ്മികത, ഒരു മാധ്യമപ്രവർത്തകൻ്റെ ധാർമ്മികത വിട്ടങ്ങോട്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആളൂർ വക്കീൽ. നമുക്കിനി എത്ര കഴിവുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതല്ലെങ്കിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ അരുൺകുമാർ നല്ല കഴിവുള്ളൊരു മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് നമ്മൾ കണ്ടത്. ആളൂരിൻ്റെ കേസ് കണ്ടില്ലേ? അവസാനം എന്തായി? ആളൂർ എങ്ങനെയാണ് മരിച്ചത്? ലക്ഷങ്ങൾ മേടിച്ച് ആളൂർ നിരപരാധിയായിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് വാദിച്ച് കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന ആളൂരിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടാണ്. അതുപോലെയാണ് ഇവിടെ അരുൺകുമാറിനെയും എനിക്ക് ഫീൽ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഇവിടെ എങ്ങനെയാണ് രാഹുൽ മാത്രം തെറ്റുകാരനാവുന്നത്? ഒരിക്കലും രാഹുൽ മാത്രം തെറ്റുകാരനാവുന്നില്ല. എന്തുകൊണ്ട് അത്രയും ധാർമ്മികത പറയുന്ന അരുൺകുമാർ എന്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരികൾ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഹസ്ബൻഡിൻ്റെ, അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ യുവതികൾ വഞ്ചിച്ചിട്ടുള്ള ആ കെട്ടിയവന്മാരുടെ അവസ്ഥ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ആരാണ് ചതിച്ചിട്ടുള്ളത്? ആരെയാണ് വഞ്ചിച്ചിട്ടുള്ളത്? അപ്പം ഇതിനകത്ത് എന്ത് ധാർമ്മികതയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ അരുൺകുമാർ നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തുമായിട്ടുള്ള വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് ഇടപെടുന്ന കണ്ടായിരുന്നു. മറ്റുള്ള ചാനലുകൾക്ക് അത് നോർമലായിട്ടുള്ള വാർത്തകൾ കൊടുത്തങ്ങ് പോയിട്ടുള്ളതായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ രാഹുലിനെ കീറി മുറിച്ച് നമ്മളിവിടെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയുമല്ലോ, അതുപോലെയാണ് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തിനു പറയുന്നത്? രാഹുൽ ഒളിവിൽ പോയി. അതുപോലെ രാഹുൽ മാങ്കൂട്ടം പോയ വഴികളിലെ മാപ്പ് വരെയാണ് നമുക്ക് അരുൺകുമാർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നത്, അല്ലേ? അപ്പം ആരുടെയൊക്കെയോ പൈസ മേടിച്ച് തകർക്കണം എന്നുള്ളൊരു അജണ്ടയുടെ പുറത്ത് ചെയ്തതാണെന്ന് നമുക്ക് നല്ല രീതിയിൽ വ്യക്തമാവുന്ന കാര്യമാണ്. എന്തായാലും അരുൺകുമാറിന് ഒരാൾ സഹിക്കുന്നതിന് പരിധിയുണ്ടെന്ന് തെളിവാണ്. ഇത് നിരന്തരമായപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് എന്നൊരു വ്യക്തിക്ക് സഹിക്കുന്നതിനും അപ്പുറമായപ്പോഴത്തേക്ക് പുള്ളി തുറന്ന് പറയണം എന്ന് വിചാരിച്ചാണ് ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. അപ്പം അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അരുണിനിട്ട് ഉള്ള ഒരു കൊട്ടാണെന്ന്. അപ്പം ഞാനിവിടെ വായിക്കാം. രാഹുൽ പങ്കുവച്ചേക്കുന്ന പോസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് എന്ത് തുല്യനീതി ആണെന്നാണ്, കാരണം ഇതിനകത്ത് എന്ത് ധാർമ്മികതയാണെന്നാണ് ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരാളെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അത് തെറ്റും, മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോഴത്തേക്ക് അത് ശരിയുമാണെന്നുള്ള രീതിയിലാണ് ചില മാധ്യമങ്ങൾ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അരുണിൻ്റെ കേസിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ചെയ്യുന്നതിൽ അരുണ് ചെയ്യുന്നൊരു പ്രവൃത്തി മറ്റുള്ള രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോഴത്തേക്കും, മറ്റുള്ള പാർട്ടിക്കാർ ചെയ്യുമ്പോഴത്തേക്ക് അതൊന്നുമല്ല, അത് ശരിയെന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം രാഹുൽ അരുണിനിട്ട് കൊട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില 1-2 ആളുകൾ, ഒരാൾ വേറെ, മറ്റേ രാജൻ ജോസഫ്, അതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യാം. കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരുമില്ല, ഒരു സംഘം സർക്കാർ വാലാട്ടികളായ അടിമ മാധ്യമ തൊഴിലാളികളുടെ അജണ്ടയിലാണ് എനിക്കെതിരെയുള്ള കേസുകളുടെ വാർത്ത പോകുന്നത്. ഇന്നും അത്തരം വാർത്തകൾ തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവർ തെറ്റിച്ചുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കോടതി പരാതിക്കാരി കൊടുത്തിട്ടുള്ളതെല്ലാം തള്ളിപ്പോയി. രാഹുലിന് വിജയം
ഓരോ കേസിലും രാഹുലിനാണ് വിജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നാണ് രാഹുൽ ഈ പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിന് അനുകൂലമായിട്ട് എന്ത് വാർത്ത വന്നാലും അത് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ഈ അരുൺകുമാറിനെ കാണുന്നില്ല. നേരെ മറിച്ച് രാഹുലിനെതിരെ ഒരു പരാതി വന്നു, ഒരു കള്ളപ്പരാതി വന്നെന്നിരിക്കട്ടെ, പൊട്ടിമുളച്ചെന്നിരിക്കട്ടെ, അപ്പോൾ അവിടെ അരുൺകുമാർ ബ്രേക്കിംഗ് റിപ്പോർട്ടർ, ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ എടുത്തുകൊണ്ടങ്ങോട്ട് വരും അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ ചാനൽ ചർച്ചകളിലെല്ലാം അന്നത്തെ ദിവസവും പിറ്റേന്നത്തെ ദിവസവും അത് കഴിഞ്ഞിട്ടുമെല്ലാം ഇതായിരിക്കും വാർത്ത. എനിക്കെതിരെ ആദ്യ പരാതിക്കാരി ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. ആ പോയതിന് പൊടിപ്പും തേങ്ങലും വെച്ച് നല്ല പ്രാധാന്യം ഈ അടിമ സംഘം കൊടുത്തിരുന്നു. ഇന്നാണ് ആ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. ഇന്നാണ് ആ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. എന്നാൽ സുപ്രീം കോടതി ആ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. അത് നമ്മൾ കണ്ടതാണ്. ഞാൻ അതിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ചിലരുടെ വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി. ആരുടെ വാർത്തയാണ്? അരുൺകുമാറിൻ്റെ വാർത്ത. യാഥാർത്ഥ്യം പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ എനിക്ക് ഒരു അഭിഭാഷകൻ പോലും ഇല്ലായിരുന്നു. കണ്ടില്ലേ, ഇന്ന് സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ പോലും ഇല്ലാഞ്ഞിട്ട് പോലും കോടതിക്ക് സത്യം ഏതെന്ന് മനസ്സിലായി. എനിക്ക് നോട്ടീസ് പോലും തരാതെ സുപ്രീം കോടതിയുടെ സ്വന്തം ബോധ്യത്തിലാണ് ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യം നിലനിർത്തിയത്. ഒരു സംഘം അടിമകളായ മാധ്യമപ്രവർത്തകർ ശ്വാസം അടക്കി പിടിച്ച് എത്ര വായിട്ടലച്ചാലും ശബ്ദ മലിനീകരണം ഉണ്ടാകുമെന്നല്ലാതെ ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആദ്യം ദിവസം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ഈ വിഷയത്തിൽ ഈ രാജ്യത്തെ ഒരു നിയമങ്ങൾക്കും വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. കണ്ടില്ലേ, ഇപ്പോഴും രാഹുൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടിയുറച്ച് തന്നെ രാഹുൽ വിശ്വസിക്കുന്നുണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അത് രാഹുലിൻ്റെ മനസ്സിലാകുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ രാജ്യത്തെ നിയമവിരുദ്ധമായിട്ട്, ഈ രാജ്യത്തെ ഒരു നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സെഷൻസ് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ആയിട്ട് ഇന്നത്തെ ദിവസം വരെ നിങ്ങൾ ഒരു സംഘം അടിമ മാധ്യമ തൊഴിലാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും ഒരു ആരോപണം ഏതെങ്കിലും കോടതി ശരിവെച്ചിട്ടുണ്ടോ? നിങ്ങൾ വിളിച്ചു കൂവിയ ഏതെങ്കിലും ആരോപണങ്ങൾക്ക് തെളിവിൻ്റെ ഒരു ചെറിയ കടലാസ് കഷ്ണമെങ്കിലും ഹാജരാക്കാൻ പറ്റിയോ എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഈ പോസ്റ്റിനകത്ത് ചോദിക്കുന്നത്. ഇതൊക്കെ അരുൺകുമാറിനോടാണ് ചോദിക്കുന്നത്. ആദ്യം മുതൽ ഞാൻ പറയും പോലെ എത്ര വൈകിയാലും സത്യം പുറത്തു വരും. ഗൂഢാലോചനയുടെ ഉൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകൾ കയ്യിലുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ പറയുന്നു. ആ സത്യം കോടതിക്ക് ബോധ്യമായതുപോലെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും ബോധ്യമാകും. നിങ്ങൾ നാടകീയമായി അവതരിപ്പിച്ചാലും ബഹളം വെച്ചാലും കള്ളം സത്യമാകില്ല. സത്യമേ ജയിക്കൂ. ആ സത്യം എൻ്റെ ഭാഗത്താണ്. അതൊന്നും കാര്യമാക്കേണ്ട. നിങ്ങൾ വാങ്ങിയ പൈസയ്ക്കുള്ള പണി ചെയ്യൂ അടിമകളെ എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. എന്നിട്ടൊരു പോസ്റ്റും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. വാങ്ങിയ പണത്തിനു അടിമപ്പണി തുടരുക കമ്മി മാധ്യമ തൊഴിലാളികളെ എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ വെച്ചിരിക്കുന്നത്. ഇത് അരുൺകുമാറിനെതിരെയുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. അരുൺകുമാറിനെ വലിച്ചു കീറി ഒട്ടിച്ചുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അരുൺകുമാർ എടുത്തേക്കുന്ന നിലപാടുകളൊക്കെ. അതിനെന്താണ് ഇപ്പോൾ അതിനൊക്കെ ഉള്ള തിരിച്ചടികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, ചാനലിൽ കിടപ്പുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെയാണ് ഇത്രയും നാളും പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പം അത് അടച്ചുപൂട്ടാനുള്ള പരിപാടിക്ക് കിറ്റക്സ് സാബ് കൊടുത്ത പരാതിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മിക്കവാറും 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതിയാണ് അതിൻ്റെ വിധി വരുന്നത്. അന്നറിയാം അരുൺകുമാറിന് പഴയതുപോലെ മരമുറിയുമായിട്ട് ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ. എന്തായാലും വെച്ച് കൂടിപ്പോയി. കാരണം ഒരു വ്യക്തിയെ ശരി ആയിക്കോട്ടെ, വാർത്തകൾ റീച്ചിന് വേണ്ടിയിട്ടും ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുമാണ് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകളുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു എത്തിക്സ് ഇല്ലയോടെ, അതിൻ്റെ ഒരു എക്സ്ട്രീമുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ എക്സ്ട്രീമും കഴിഞ്ഞ് പോയൊരു സംഭവമാണ്, ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. ആ ഒരു വ്യക്തി എത്രത്തോളം ക്രൂശിക്കാവോ അത്രത്തോളം ക്രൂശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഉമ്മൻചാണ്ടിയുടെ കേസിൽ ഇതുപോലല്ലായിരുന്നു. ഇന്നിപ്പോൾ എന്താണ്? അതുകൊണ്ട് എത്ര ആളുകൾ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്
24-നകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആഷ്മി ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എക്സ്ക്ലൂസീവായിട്ട്. അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ആഷ്മി ഒന്ന് തലകുനിച്ചൊന്ന് സൈലൻ്റ് ആവുന്നുണ്ട്, ആഷ്മി ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യമാണ്, ആഷ്മിക്ക് ഒരു പശ്ചാത്താപം എവിടെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മൾ അന്ന് കണ്ടാണ്, അന്ന് എല്ലാ ചാനലുകളും എടുത്തിട്ട് അവർ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയെ കരുവാക്കി. പക്ഷേ പിന്നീട് അവർക്കൊക്കെ അത് പശ്ചാത്താപമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും. അപ്പം ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വീഡിയോ കൂടെ ഇവിടെ കാണിക്കാം. ഇന്ന് വന്നൊരു വാർത്തയാണ്, CPM-ൻ്റെ ഒരു നേതാവ് ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് ശേഷം ഒളിവിൽ പോയി. അപ്പം ഇതൊന്നും നമ്മൾ വാർത്തയായിട്ടോ ചർച്ചയായിട്ടോ ഒന്നും കാണുന്നില്ല. ഇതിനെതിരെ പ്രതികരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീ സുരക്ഷ മഹിളമാരെ ആരെയും കാണുന്നില്ല. MA ഷഹനാസ്, അതുപോലെ റിനി ആൻഡ് ജോർജ്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, ഇവരാരെയും കാണുന്നില്ലല്ലോ. സ്ത്രീ മഹിളാ സുരക്ഷയുടെ പേരും പറഞ്ഞിട്ട് വായിട്ടലയ്ക്കുന്ന ഇവരാരെയും കണ്ടില്ല. അതുപോലെ അരുൺകുമാറിനെ ചാനൽ ചർച്ചകളിലോ റിപ്പോർട്ടർ ബ്രേക്കിങ്ങിലോ ഒന്നും നമ്മൾ കണ്ടില്ല. എന്തായാലും ആ ഒരു വാർത്തയും കൂടെ ഞാനിവിടെ വെച്ച് തരാം. റാന്നിയിൽ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച CPM നേതാവിനെ 10 ദിവസമായിട്ടും പിടികൂടാതെ പോലീസ്. ഏരിയ കമ്മിറ്റി അംഗം അലൻ മാത്യു ആണ് പ്രതി. വിവാഹമോചിതയായ യുവതിയെയാണ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. പ്രതിയെ പിടികൂടാത്തതിനാൽ ഭയന്നാണ് ജീവിക്കുന്നതെന്നും സൂക്ഷിക്കണമെന്ന് പോലീസ് പറഞ്ഞതായും പരാതിക്കാരി വ്യക്തമാക്കി. ഞാൻ പരാതി കൊടുത്തിട്ട് ഇതുവരെയും അലൻ ഒളിവിലാണ്, ഇതുവരെ പിടിച്ചിട്ടില്ല. ഇത് പ്രൊസീഡ് ചെയ്യുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ ഈ ദിവസം വരെ പിടിച്ചിട്ടില്ല, ആൾ ഒളിവിലാണെന്നാണ് പറയുന്നത്. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് അഡീഷണൽ കേസും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. എന്നിട്ട് തെളിവെടുപ്പിന് കൂടെ ചെല്ലണം എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വാഗമണ്ണ്, കോട്ടയം, അങ്ങനെ അവിടെയൊക്കെ കൂട്ടത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ട്, കാരണം ഇതിൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എനിക്കുണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട്, പുറത്തിറങ്ങാനായിട്ട് പേടിയുണ്ട്. നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആളുടെ വീട്ടിലറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. വീട്ടുകാർ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ വീട്ടുകാരെല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു നടന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് വിനു മോഹനൻ നൽകും. വിനു, സംരക്ഷിക്കേണ്ട പോലീസാണ്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്നത്. ഈ മുഖം നോക്കിയും പാർട്ടി നോക്കിയുമൊക്കെയാണോ പോലീസ് നടപടിയെടുക്കുന്നത്? അനീറ്റ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വന്നപ്പോഴുണ്ടായിരുന്ന ഒരു ആവേശം പോലീസിന് എന്തായാലും ഇക്കാര്യത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല ആ കേസ് പോലെ അല്ല ഇത് വിവാഹമോചിതയായ ഒരു യുവതിയാണ്. ആ യുവതിയാണ് വിവാഹ വാഗ്ദാനം നൽകി ഇത്തരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു. പിന്നീട് ഈ പെൺകുട്ടി ഗർഭിണിയാവുകയും ആ ഗർഭം ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ അലസിപ്പോവുകയും ചെയ്തതാണ്. ഇത് ഗർഭിണിയായ സമയത്ത് തന്നെയാണ് ഇത് വിവാഹം കഴിച്ചേ പറ്റൂ, വിവാഹം നീട്ടിവെക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. വിവാഹം കഴിക്കാമെന്ന് അലൻ മാത്യു ഉറപ്പ് കൊടുത്തു. എന്നാൽ പിന്നീട് തന്റെ വീട്ടുകാർ സമ്മതിക്കില്ല, വീട്ടുകാരുമായി പിണങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അലൻ മാത്യു കേസ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത്. തുടർന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞു. അങ്ങനെ ജില്ലാ നേതാവ് തന്നെ ഇടപെട്ട് സംസാരിച്ച് വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. വിവാഹം കഴിക്കണമെന്ന് CPM നേതാവ് തന്നെ അലൻ മാത്യുവിനോട് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അലൻ മാത്യു ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. വീട്ടുകാർ സമ്മതിക്കില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് പിന്മാറിയത്. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ്. കണ്ടല്ലോ, ഇന്നിത് ഒരു ചാനലിലും വലിയ വാർത്തയായിട്ടോ വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ടോ ഒന്നും ഞാൻ കണ്ടില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയതല്ലാതെ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അരുൺകുമാറിന് വയറ് നിറച്ച് രാഹുൽ മാങ്കൂട്ടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാഹുൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത്, അരുൺകുമാറിനെ വെറുക്കുന്ന ആളുകളും ഈ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഇപ്പോഴത്തെ ഒരു മാധ്യമ പ്രവർത്തനം ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേരെ. അതുപോലെ നിങ്ങൾ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്തേരെ. അതുപോലെ ചാനൽ വീഡിയോ ആദ്യമായിട്ടും കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ